المسجد ذلك بأنهم كانوا يكفرون بآيات الله ويقتلون الأنبياء بغير حق ذلك بما عصوا وكانوا يعتدون. صدق الله العلي العظيم. നാം സൂറത്ത് ആലി ഇമ്രാൻ 101 ആയത്ത് മുതലാണ് ആശയവിവരണം തുടങ്ങിയത്. ആദ്യത്തെ ക്ലാസ്സിൽ 108 വരെ ഒരു പേജാണ് നാം വിവരിച്ചത്. ഇന്ന് അടുത്ത പേജിൽ നിന്നാണ് ആരംഭം. 109 ആയത്ത് മുതൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചത് മുഖ്യമായും അല്ലാഹു തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യേണ്ട മുറപ്രകാരം തഖ്വ ചെയ്യണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുതെന്നും പറഞ്ഞു. അതോടൊപ്പം അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക, ഭിന്നിക്കരുത്. അപ്രകാരം തന്നെ നിങ്ങളിൽ നിന്ന് ഖൈറിലേക്ക് ക്ഷണിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാകണമെന്ന് അല്ലാഹു തആല പറഞ്ഞു. ആ ദൗത്യം നിർവഹിക്കുന്നവരാണ് വിജയിക്കുന്നവർ. അതുപോലെ തന്നെ അള്ളാഹുവിങ്കൽ നിന്ന് വ്യക്തമായ സന്മാർഗ സന്ദേശം വേദഗ്രന്ഥമൊക്കെ വന്നെത്തിക്കഴിഞ്ഞ ശേഷം ഭിന്നിച്ചവരെ പോലെ നിങ്ങൾ ആവരുത്. അങ്ങനെയുള്ളവർക്ക് കഠിനമായ ശിക്ഷയാണ് ഉള്ളത് എന്ന് അല്ലാഹു തആല താക്കീത് ചെയ്തു. ചില മുഖങ്ങൾ പ്രസന്നമാകുകയും സന്തോഷിക്കുകയും വേറെ ചില മുഖങ്ങൾ കരിവാളിക്കുകയും അങ്ങനെ ശാശ്വതമായ നരകശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്യുന്ന ഖിയാമത്ത് നാളിലാണ് ഈ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരിക. ഇതൊക്കെ അല്ലാഹു തആല അവൻ്റെ വേദഗ്രന്ഥങ്ങളിലൂടെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നു, നിങ്ങളെ ബോധവൽക്കരിക്കുന്നു. അല്ലാഹു തആല ഒരിക്കലും തൻ്റെ ദാസന്മാരോട്, ലോകരോട് അനീതി പ്രവർത്തിക്കുന്നവനല്ല. വ്യക്തമായ സന്ദേശം നൽകിയ ശേഷമാണ് അല്ലാഹു തആല ഈ പാരത്രിക ലോകത്ത് രക്ഷാശിക്ഷകൾ നൽകുന്നത്. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചത്. അതിനുശേഷം ഇവിടെ ആരംഭിക്കുന്നത് വലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ്. ഈ ആകാശങ്ങളും ഭൂമിയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാകുന്നു, അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളതാകുന്നു. വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ. എല്ലാ കാര്യങ്ങളുടെയും മടക്കം അള്ളാഹുവിലേക്കാകുന്നു. അഥവാ ഇവിടെ അല്ലാഹു തആല ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു, അതിൽ മനുഷ്യരെ അല്ലാഹു തആല ഈ ഭൂമിയിൽ മനുഷ്യരെ അല്ലാഹു തആല നിയോഗിച്ചു. ഇവിടെ ധാരാളം സംവിധാനങ്ങളും സുഖ സൗകര്യങ്ങളും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംഗതികളും അല്ലാഹു തആല ഒരുക്കി. അങ്ങനെ ഒരു വിഭാഗം ഇവിടെ അല്ലാഹു തആലയുടെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് അല്ലാഹു തആലക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു, സജ്ജനങ്ങളായി ജീവിക്കുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അവൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുക തന്നെ അല്ലാഹുവിനോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് ഇവിടെ തോന്നിവാസികളായി ജീവിക്കുന്നു. ഈ രൂപത്തിൽ തീർത്തും വ്യത്യസ്തമായ ഭിന്ന വിരുദ്ധങ്ങളായ ജീവിത രീതി അനുവർത്തിക്കുന്ന ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മരണത്തോടുകൂടി അല്ലാഹു തആല അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കും എന്ന് മനസ്സിലാക്കേണ്ടതില്ല. വലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്. ഈ ആകാശഭൂമികളുടെ സൃഷ്ടാവും ഉടമസ്ഥനും അല്ലാഹു തആലയാണ്. ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് അല്ലാഹു തആല
ചോദിക്കുകയും പറയുകയും ഓരോരുത്തർക്കും അവരവരുടെ കർമ്മഫലങ്ങൾ നൽകുകയും ചെയ്യും. ഇലല്ലാഹി തുർജഉൽ ഉമൂർ, എല്ലാ കാര്യങ്ങളുടെയും തീരുമാനാധികാരം അല്ലാഹു തആലാക്കാകുന്നു. ഈ ലോകത്ത് അത് സംഭവിക്കുന്നില്ല എന്നതുകൊണ്ട് അവരുടെ കർമ്മഫലം അവർക്ക് ലഭിക്കുകയില്ല എന്ന് ധരിക്കേണ്ടതില്ല. ഇലല്ലാഹി തുർജഉൽ ഉമൂർ, എല്ലാ കാര്യങ്ങളുടെയും മടക്കം അള്ളാഹുവിങ്കലേക്കാകുന്നു. എല്ലാവരും അള്ളാഹുവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാകുന്നു. മുസ്ലിം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. അവൻ ഈ ലോകത്തെ ജനതകളിൽ ഉത്തമമായ സമുദായമാക്കിയിരിക്കുന്നു. എങ്ങനെ? വെറുതെ അങ്ങാക്കിയതല്ല. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, ഒരു ദൗത്യം, ഒരു ചുമതല നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ അല്ലാഹു തആല ജനങ്ങളിൽ ഉത്തമരായ ഒരു സമുദായമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തെന്നാണ് ആ ദൗത്യം? നിങ്ങൾ മഅറൂഫ് കൽപ്പിക്കുന്നു, മുൻകർ വിരോധിക്കുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. പക്ഷെ അവിടെ പറഞ്ഞത് വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ഖൈർ, നിങ്ങളിൽ നിന്ന്, ഈ മുസ്ലിം സമുദായത്തിൽ നിന്നൊരു വിഭാഗം ഉണ്ടാവട്ടെ, അവർ ഖൈറായ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന, അഥവാ ദീനുൽ ഇസ്ലാമിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്ന, വതഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, മഅറൂഫ് കൽപ്പിക്കുകയും മുൻകർ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. അപ്പൊ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു മുന്നണി പോരാളികൾ, ഒരു വിഭാഗം എപ്പോഴും മുൻകാലത്ത് പ്രവാചകന്മാർ നിർവഹിച്ചിരുന്ന ആ ദൗത്യം നിർവഹിക്കുന്നവരായി ഉണ്ടാവണം എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ പറയുന്നത് ഈ സമുദായത്തിന്റെ തന്നെ ഉത്തരവാദിത്വം, ഈ സമുദായം തന്നെ ഒരു ഉത്തമ സമുദായമാകുന്നു. എന്തുകൊണ്ട്? ഈ നന്മ കൽപ്പിക്കുക, അഥവാ മഅറൂഫ് കൽപ്പിക്കുക. മഅറൂഫ് എന്നാൽ കേവലം നന്മ എന്നല്ല അർത്ഥം എന്ന് നമ്മൾ അന്ന് വിവരിച്ചിരുന്നു. അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ പറയാം. മഅറൂഫ് എന്ന് പറഞ്ഞാൽ സുപരിചിതമായത് എന്നാണ് അതിൻ്റെ വാക്കർത്ഥം. ആർക്ക് സുപരിചിതമായത്? ശുദ്ധ മനുഷ്യ പ്രകൃതിക്കൊക്കെ സുപരിചിതമായത്. അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തിന് തന്നെ സുപരിചിതമായത്. മനുഷ്യ ചരിത്രത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ നൽകിയ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ സുപരിചിതമായത്. കാലത്തിന്റെ നീളത്തിൽ അല്ലാഹു തആല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യന് സുപരിചിതമായത്. അപ്പൊ മഅറൂഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിവുള്ളതാണ്, അറിയാത്തൊരു കാര്യമൊന്നുമല്ല. ഈ മഅറൂഫിൽ ഒന്നാമത്തേത് എന്താണ്? നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു എന്നതാണ് ഒന്നാമത്തെ മഅറൂഫ്. ഒന്നാമത്തെ മഅറൂഫ് ഇതാർക്കും അപരിചിതമല്ല. ഏതൊരു നിരീശ്വരവാദിയും നിർമ്മതവാദിയും യുക്തിവാദിയും അന്ത്യഘട്ടത്തിൽ നിർണായകമായ സന്ദർഭത്തിൽ അല്ലാഹു തആലയെ വിളിച്ച് ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പൊ പുറത്തേക്ക് എന്ത് പറഞ്ഞോട്ടെ, അവരുടെ ഹൃദയത്തിൽ ഇത് ഉണ്ട്. ഒന്നാമത്തെ മഅറൂഫ് അത് തന്നെയാണ്. അപ്പൊ ആദ്യമായി ഈ മഅറൂഫ് കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്നതാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയത്. അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്തുകൊണ്ട്, അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹുവിനെ മറക്കരുത്, അവനെ എപ്പോഴും ഓർക്കണം. അവന്റെ വിധി വിലക്കുകൾക്കനുസരിച്ചാണ് ഇവിടെ ജീവിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ മഅറൂഫ്. ഇത് ജനങ്ങളെ പ്രബോധനം ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് മുസ്ലിം സമുദായത്തെ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഒന്നാമത്തെ മഅറൂഫ് കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കന്മാരോട് നല്ല നിലയിൽ വർത്തിക്കുക, കുടുംബ ബന്ധം ചേർക്കുക, മൂത്തവരെ ബഹുമാനിക്കുക, ഇളയവരോട് വാത്സല്യം കാണിക്കുക, കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പുക. ഇതൊക്കെ ആർക്കെങ്കിലും അറിയാത്ത സംഗതിയാണോ? ആർക്കും വഅ്ള് പറഞ്ഞു കൊടുക്കേണ്ടതില്ലാത്ത വിധം മഅറൂഫ് സുപരിചിതമാണ്. ആർക്കും ഇതറിയാത്തതില്ല. ഏതോ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ആദിവാസികൾക്ക് പോലും അതറിയാം. അപ്പോൾ ഈ ദൗത്യവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ആരാവട്ടെ, അഭ്യസ്ത വിദ്യരാവട്ടെ, നിരക്ഷരരാവട്ടെ,
ഇനി ഭാഷ അറിയുന്നവരാവട്ടെ അറിയാത്തവരാവട്ടെ, മാലിക് ദീനാറും 12 ആളുകളും ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉള്ളവർക്ക്, ഈ കൊടുങ്ങല്ലൂർ ഇറങ്ങിയപ്പോൾ അവിടെ ഉള്ളവർക്കൊന്നും അറബിയൊന്നും അറിയില്ല. അവരിവിടെ കേരളത്തിന്റെ വിവിധ 10 കേന്ദ്രങ്ങളിൽ വന്നു, ആർക്കും അറിയില്ല, അറബി ഭാഷയൊന്നും അറിയില്ല. ഭാഷ അറിയേണ്ടതില്ല. അവരുടെ ജീവിതം, അവരുടെ പെരുമാറ്റം, അവരുടെ സ്വഭാവം, അവരുടെ സംസ്കാരം, അവരുടെ ക്രയവിക്രയങ്ങൾ, ഇതെല്ലാം എല്ലാവർക്കും സുപരിചിതമായ, ഇതാണ് നന്മ, ഇതാണ് ശരി, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇത് എല്ലാവർക്കും അറിയാം. അത് കണ്ടു കേട്ടു, അത് കണ്ടവർ കേട്ടവർ അനുഭവിച്ചവർ അത് സ്വീകരിച്ചു. ഭാഷയൊക്കെ പിന്നീട് ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോ ഈ മഅറൂഫ് കൽപ്പിക്കുന്നു എന്നതാണ് നിങ്ങൾ ഈ മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും ഉത്തമ സമൂഹമാകാൻ കാരണം, നിങ്ങളെ ഉത്തമ സമുദായമാക്കി നിയോഗിക്കാൻ കാരണം. വതൻഹൗന അനിൽ മുൻകർ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. മുൻകർ എന്ന് പറഞ്ഞാൽ അപരിചിതമായത് എന്നാണ്, വെറുക്കപ്പെട്ടത് എന്നാണ്. ശുദ്ധ മനുഷ്യ പ്രകൃതി വെറുക്കുന്നതാണ് അതൊക്കെ. അത് ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ദൈവനിഷേധം, അവിശ്വാസം, ധിക്കാരം, നന്ദികേട് കാണിക്കല്, ഇതിനെയൊക്കെ വിരോധിക്കുക, ഇത് ഈ സമുദായത്തിന്റെ ദൗത്യമാണ്. അവരെവിടെയൊക്കെ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെ ആ ദൗത്യം അവർ നിർവഹിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ വിപരീതം, മാതാപിതാക്കന്മാരെ ദ്രോഹിക്കുക, അവരെ വെറുപ്പിക്കുക, മൂത്തവരോട് അനാദരവ് കാണിക്കുക, ഇളയവരോട് ക്രൂരത കാണിക്കുക, കഷ്ടപ്പെടുന്നവരെ വീണ്ടും കഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുക, ഇതൊക്കെ മുൻകർ, ശുദ്ധ മനുഷ്യ പ്രകൃതി വെറുക്കുന്ന സംഗതിയാണ്. ശുദ്ധ മനുഷ്യ പ്രകൃതി വെറുക്കുന്നതാണ്, അവർക്ക് അപരിചിതമാണ്. അപ്പൊ ഇതിനെ വിരോധിക്കുക. ഈ 2 ദൗത്യങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ ഉത്തമ സമുദായമാക്കി അവരോധിച്ചിട്ടുള്ളത്. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുക. ആ ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ അടിസ്ഥാന ആദർശമാകുന്നു ഇതിന്റെ മുഖ്യം. അതുകൊണ്ട് മഅറൂഫ് എന്നതിൽ തന്നെ ഇതുണ്ടെങ്കിൽ തന്നെയും അത് പ്രത്യേകമായി വേറെ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും, അഹ്ലി കിതാബുകാർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് ഖൈർ. മിൻഹുമുൽ മുഅ്മിനൂന വഅക്സറുഹുമുൽ ഫാസിഖൂൻ, അവരിൽ മുഅ്മിനീങ്ങളുണ്ട്, പക്ഷെ അവരിൽ ഭൂരിഭാഗവും ഫാസിഖുകളാകുന്നു. ഇവിടെ അഹ്ലി കിതാബുകാർ എന്ന് പറയുമ്പോൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉദ്ദേശമാണ്. എന്നാൽ ജൂതന്മാർ പ്രത്യേകമായി ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത്, അറബികളെ കഴിഞ്ഞാൽ 2 മുശ്രിക്ക് അറബ് ഗോത്രങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്, ഔസ് ഖസ്റജ്. പിന്നീട് അവിടെ മുഖ്യമായി 3 ജൂത ഗോത്രങ്ങളാണ് അധിവസിച്ചിരുന്നത്. ഒന്ന് ബനു നളീർ, ബനു ഖുറൈള, ബനു ഖൈനുഖ, ഇങ്ങനെ 3 ജൂത ഗോത്രങ്ങൾ. ഇവരുടെ സമീപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുസ്ലിങ്ങളോടും അങ്ങേയറ്റത്തെ ശത്രുതാപരമായ സമീപനമായിരുന്നു. നബിയുടെ ദഅവത്ത് സ്വീകരിക്കാൻ അവർ കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ അവരിൽ നിന്ന് ചിലരൊക്കെ, പ്രത്യേകിച്ച് അവരിലെ വേദപണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ വളരെ ചുരുങ്ങിയ പേർ മാത്രമേ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധരായുള്ളൂ. ഭൂരിഭാഗവും അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. അന്നും ഇന്നും എന്നും ജൂതന്മാരുടെ സമീപനം അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ ഭൂരിഭാഗവും ഫാസിഖുകളാണ് എന്ന് അല്ലാഹു തആല ഇവിടെ എടുത്തു പറയാം. ഇവിടെ ഈ ആയത്തിൽ മുസ്ലിം സമുദായത്തെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ദൗത്യവുമായി അല്ലാഹു തആല നിയോഗിച്ചു. അതുകൊണ്ട് തന്നെ അവരാകുന്ന ഉത്തമ സമുദായം എന്ന് പറഞ്ഞ ശേഷം ഈ ആയത്തിൽ തന്നെ ഈ അഹ്ലി കിതാബുകാരെ കുറിച്ച് പറഞ്ഞതിൻ്റെ മുഖ്യമായ ഒരു ഉദ്ദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിൻ്റെ മുൻപ് ലോകത്ത് ഈ ദീനിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുക, അഥവാ ലോക ജനതയെ നേർമാർഗത്തിലേക്ക് നയിക്കുക എന്ന ദൗത്യം അല്ലാഹു തആല ഏൽപ്പിച്ചിരുന്നത് ഈ ബനി ഇസ്രായേൽ സമുദായത്തെയായിരുന്നു. ഇസ്രായേൽ സമുദായം എന്ന് പറയുമ്പോൾ പലപ്പോഴും നാം സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ.
ഇസ്രായേലി എന്നാൽ നമ്മൾ അറബിയിൽ അബ്ദുള്ള എന്ന് പറയുന്ന, മലയാളത്തിൽ ദൈവദാസൻ എന്ന് പറയുന്ന അതേ വാക്കാകുന്നു അവരുടെ ഭാഷയിൽ. അവർ അറബികളായിരുന്നില്ലല്ലോ. ഇബ്രാഹിം നബിയും മകൻ ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയുടെ പിന്മുറക്കാരും ഒന്നും, പിന്മുറയിൽ വന്ന പ്രവാചകന്മാരൊന്നും അറബികളായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ അറബ് രാജ്യങ്ങളിലാണ് അവർ ജീവിച്ചിരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച ശേഷം ആ പ്രദേശത്തുള്ളവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർ അവരുടെ പുരാതനമായ ഭാഷ കൈയൊഴിച്ച് ഈ ഖുർആന്റെ ഭാഷ, നബിയുടെ ഭാഷയായ അറബി സ്വീകരിച്ചു എന്നതുകൊണ്ടാണ് ഇന്ന് അറബ് ലീഗിൽ അംഗത്വമുള്ള 22ഓളം രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളായി തീർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന കാലത്ത് ഇപ്പോഴത്തെ ഗൾഫ് രാജ്യങ്ങൾ, അറേബ്യ ഉപദ്വീപ് എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ളവർ മാത്രമാണ് അറബികൾ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ യാക്കൂബ് നബിയുടെ പേരായിരുന്നു ഇസ്രായേൽ. അതിൻ്റെ അർത്ഥം ദൈവദാസൻ എന്നാകുന്നു. ഈ യാക്കൂബ് നബിയുടെ പിന്മുറക്കാരായി വന്ന പ്രവാചകന്മാർ, ഒന്നാമത് യൂസുഫ് നബി തന്നെ, പിന്നെ മൂസ നബി, അതിനുശേഷം ഹാറൂൻ നബിക്ക് ശേഷം യൂഷ നബി, പിന്നീട് ദാവൂദ് നബി, സുലൈമാൻ നബി, യഹ്യ നബി, സക്കരിയ നബി, ഈസാ നബി, ഇവരൊക്കെ തന്നെ ഈ ബനി ഇസ്രായേലിൽ വന്നിട്ടുള്ള ഈ യാക്കൂബ് നബിയുടെ പിന്മുറക്കാരിൽ വന്നിട്ടുള്ള പ്രവാചകന്മാരാകുന്നു. ഈ പ്രവാചകന്മാരുടെ പ്രബോധനം സ്വീകരിച്ചവർ ഉൾപ്പെടെയുള്ളവർക്കാണ്, അവരുടെ സന്താന പരമ്പര മാത്രമല്ല, ആ പ്രവാചകന്മാരുടെ സന്ദേശം സ്വീകരിച്ച ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ പറഞ്ഞിരുന്ന പേരാണ് ബനി ഇസ്രായേൽ എന്ന്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മൂത്ത മകൻ ഇസ്മായിൽ നബി അറബ് രാജ്യത്താണ്, മക്കയിലാണ് താമസിച്ചത്. അതുകൊണ്ട് ഇസ്മായിൽ നബിയുടെ പിന്മുറക്കാർ അറബികളാണ്. രണ്ടാമത്തെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ഫലസ്തീനിലാണ് അധിവസിച്ചത്. ആ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബിയുടെ പിന്മുറക്കാർ അവർ അറേബ്യയിലായിരുന്നില്ല. അവർ ഈ പറഞ്ഞ ഫലസ്തീൻ, ജോർദാൻ, സിറിയ, ലബനാൻ, ഈ 4 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഷാമിലാണ് അവരുടെ അധിവാസ പ്രദേശം. പിന്നീട് യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബി ഈജിപ്തിലെ ഭരണാധികാരിയായപ്പോൾ തൻ്റെ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് അവർ ഈജിപ്തിൽ ആകുന്നത്. പിന്നീട് മൂസാ നബിയുടെ കാലത്ത് വീണ്ടും ഫലസ്തീനിലേക്ക് തന്നെ അവർ മടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രദേശങ്ങളിലായിരുന്നു അവർ അധിവസിച്ചിരുന്നത്. ആ ബനി ഇസ്രായേലിനായിരുന്നു ലോക ജനതയെ നേർമാർഗത്തിലേക്ക് നയിക്കാനുള്ള ദൗത്യം അല്ലാഹു തആല ചുമതലപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലത്തെ ഉത്തമ സമുദായം അവരായിരുന്നു. ഇത് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നതായി കാണാം. യാ ബനി ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ. ഇസ്രായേൽ സമുദായമേ, നിങ്ങൾക്ക് നാം നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. നിങ്ങളെ നാം വഅന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ, ലോകരിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കി തീർത്തതും നിങ്ങൾ ഓർക്കുക. പക്ഷേ കാലാന്തരത്തിൽ അവർ ആ ദൗത്യത്തിൽ നിന്ന് വിമുഖരായി. അവർ അള്ളാഹുവിൻ്റെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നവരായില്ല എന്ന് മാത്രമല്ല, സ്വയം വഴി പിഴക്കുകയും ജനങ്ങളെ വഴി പിഴപ്പിക്കുന്നവരും ആയിത്തീർന്നു. അങ്ങനെയാണ് അവരിൽ നിയുക്തരായ പ്രവാചകന്മാരെ വധിക്കുക ഉൾപ്പെടെയുള്ള നിഷ്ഠൂര കർമ്മങ്ങൾ ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ മുസ്ലിം സമുദായത്തെ കുൻതും ഖൈറ ഉമ്മത്തിൻ, നിങ്ങള് ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാകുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എന്ന് വെച്ചാൽ നേരത്തെ അത് മുസ്ലിം സമുദായം ആയിരുന്നില്ല, ബനി ഇസ്രായേൽ ആയിരുന്നു. അവർ ആ ദൗത്യത്തിൽ നിന്ന് വിമുഖരായി. ആ വിമുഖരായവരാണ് ജൂത ക്രിസ്ത്യാനികൾ, അഹ്ലി കിതാബുകാർ. അതുകൊണ്ടാണ് അവരോട് ആ കാര്യം ഈ ആയത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുന്നത്. വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും, ഈ അഹ്ലി കിതാബുകാർ ഈ നബിയിലും ഈ പരിശുദ്ധ ഖുർആനിലും വിശ്വസിക്കുകയായിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് ഖൈർ. എന്നാൽ നേരത്തെ ലോകത്തെ ശ്രേഷ്ഠമായ ഒരു സമൂഹമായിരുന്നു അവർ. അതേ ശ്രേഷ്ഠത നിലനിർത്താൻ അവർക്ക് സാധിക്കും. അവർ ലോകർക്ക് വെളിച്ചം കാണിക്കുന്നവരായി തീരുകയും ചെയ്യും. അതാണ് അവർക്ക് നല്ലത് എന്ന് ഈ ആയത്തിൽ തന്നെ ഓർമ്മിപ്പിക്കാനുള്ള സംഗതി അതാകുന്നു. ലൻ യദുറൂക്കും ഇല്ല അതാ. അവർ ഇപ്പൊ ഈ വിമുഖരായി നിൽക്കുകയും
നബിയോടും സഹാബത്തിനോടൊക്കെ ശത്രുത പുലർത്തുകയും ചെയ്യുന്ന സമീപനമാണല്ലോ അവർ സ്വീകരിച്ചത്. അതുകൊണ്ടാണല്ലോ മദീനയിലുള്ള ആ 3 ജൂതഗോത്രങ്ങളുമായി നബിക്ക് യുദ്ധത്തിലേർപ്പെടേണ്ടിയും ആ മദീനത്ത് നിന്ന് അവരെ പുറത്താക്കേണ്ടിയും വന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്, യദുറുക്കും ഇല്ല അതാ, അവർക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സാധിക്കുകയില്ല, കഷ്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അതൻ ചില പ്രയാസങ്ങൾ ഒഴികെ, ചെറുതായിട്ട് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താനും ചെറുതായിട്ട് ഉപദ്രവിക്കാനൊക്കെ സാധിക്കുമെങ്കിലും നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ വയ്യാത്ത വിധം, നിങ്ങൾക്ക് ഈ ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായി മുന്നോട്ട് പോകാൻ വിഘാതം സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഇനി ആ മാർഗത്തിൽ അവർ വിലങ്ങ് തടിയാകുകയാണെങ്കിൽ ഈ യുഖാത്തിലൂക്കും, നിങ്ങൾ അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു യുവല്ലൂക്കുമുൽ അദ്ബാറ, അവർ പിന്തിരിഞ്ഞോടുന്നതാണ്. സുമ്മലായും സർവൂൻ, പിന്നീട് അവർക്ക് യാതൊരു സഹായവും ലഭിക്കുകയുണ്ടാവുകയില്ല. ഇത് സംഭവിച്ചു വ്യത്യസ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഹിജ്റ ചെയ്ത് വന്ന ശേഷം വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത വർഷങ്ങളിലായി അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു. ആദ്യം യുദ്ധം ചെയ്തത് ബനു ഖൈനുഖാവുമായിട്ടാണ്. അതൊക്കെ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. അവരെ മദീനയിൽ നിന്ന് നാട് കടത്തി. പിന്നീട് ബനു നദീറുമായി യുദ്ധമുണ്ടായി, അവരെയും മദീനയിൽ നിന്ന് നാട് കടത്തി. വലിയ പ്രബലമായ ആയിരക്കണക്കിന് യോദ്ധാക്കളൊക്കെ ഉള്ള ഗോത്രങ്ങളാണ്. അവരുടെ അധിവാസ പ്രദേശങ്ങളൊക്കെ അവർ കോട്ട കെട്ടി സംരക്ഷിക്കുമായിരുന്നു. മാസങ്ങളോളം വർഷങ്ങളോളം ആരുടെയെങ്കിലും ഉപരോധത്തെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അതിനകത്ത് അവർ ഒരുക്കിയിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് ഗുണം ചെയ്തില്ല. അവർ തോറ്റു, മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവസാനമായി ബനു ഖുറൈളയുമായും. ഇതൊരു മദീനയിൽ മാത്രം പരിമിതമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാത്രം പരിമിതമായ സംഗതിയല്ല. അന്ന് തൊട്ട് ഇന്ന് വരെ അത് അതേ രൂപത്തിൽ തുടരുന്നു. ഇപ്പോഴത്തെ അറബ് ഇസ്രായേൽ സംഘർഷവും യുദ്ധവുമൊക്കെ അതിൻ്റെ ബാക്കി പത്രം മാത്രമാകുന്നു. ദുരിബത്ത് അലൈഹിമു ദില്ലത്തു ഐനമാ സുഖിഫു, അവർ ലോകത്ത് എവിടെയാണെങ്കിലും അവരുടെ മേൽ ഹീനത്വം അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലാ ബിഹബലിൻ മിനല്ലാഹി വഹബലിൻ മിനന്നാസ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ എന്തെങ്കിലും പിടിവള്ളി കിട്ടിയാലല്ലാതെ അവർക്ക് പിടിച്ചു നിൽക്കുക സാധ്യമല്ല, അവർക്ക് ശക്തിപ്പെടുക്കുക സാധ്യമല്ല. അവർ അള്ളാഹുവിൻ്റെ കോപം, ഗദബ്, ശാപകോപങ്ങൾക്ക് വിധേയമായിരിക്കുന്നു. വദുരിബത്ത് അലൈഹിമുൽ മസ്കന, അങ്ങേയറ്റത്തെ ഹീനത്വം അവരിൽ മുദ്രിതമായിരിക്കുന്നു. ഇവിടെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ നിർബന്ധമായും 17 പ്രാവശ്യം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് പാത്രമാകാത്തവരുടെ മാർഗത്തിൽ. ആരാണ് ഈ മഗ്ദൂബ്, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് പാത്രമായത്? ജൂതന്മാരാകുന്നു. ഇത് പരിശുദ്ധ ഖുർആനിൽ 1-ലധികം ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്, അവർ അള്ളാഹുവിൽ നിന്നുള്ള കോപം സമ്പാദിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിക്കുക മുഖേന അള്ളാഹു തആല ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല, ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ആഗതരാകുന്ന പ്രവാചകന്മാരെ ഉപദ്രവിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുക മുഖേന അള്ളാഹുവിന്റെ കോപത്തിന്റെ പാത്രമായിരിക്കുന്നു. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ എന്നാണ് നാം സൂറത്തുൽ ഫാത്തിഹയിൽ ദുആ ചെയ്യുന്നത്. വലദ്ദാലീൻ, വഴി പിഴച്ചവരുടെ മാർഗത്തിലുമല്ലാതെ. അതാരാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളാകുന്നു. ക്രിസ്ത്യാനികൾ വഴി പിഴച്ചുപോയി. ഈസാ നബി അലൈഹിസ്സലാം തൗഹീദിലേക്കാണ് ക്ഷണിച്ചത്. പക്ഷേ അവരിപ്പോൾ ത്രിയേകത്വത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളും പ്രബോധകന്മാരുമാണ്. അള്ളാഹു എന്നാൽ ഈസാ നബി അലൈഹിസ്സലാം തന്നെ അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്നവർ ഒരു വിഭാഗം, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് വിശ്വസിക്കുന്നവരൊരു വിഭാഗം,
അല്ല ഈസാ നബിയുടെ മാതാവും ഉൾക്കൊള്ളുന്നതാണ്. ഇങ്ങനെ മൂന്നും കൂടെ കൂടിയതാണ് അള്ളാഹു എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം. ഇങ്ങനെ നേരായ മാർഗത്തിൽ തൗഹീദിൽ നിന്ന് തന്നെ വ്യതിചലിച്ചു പോയി. ദ്വാലീൻ, ഈ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായവരും വഴി പിഴച്ചവരുമായ മാർഗത്തിലേക്കല്ല, നിന്റെ നേരായ മാർഗത്തിൽ ജീവിക്കുക മുഖേന നിന്റെ നിഅമത്തിന് പാത്രമായ അമ്പിയാക്കന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ഇവരുടെ എല്ലാ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ എന്നാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ചുരുങ്ങിയത് 17 പ്രാവശ്യം ഫർദ് നമസ്കാരത്തിൽ നാം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ കോപത്തിന്റെ പാത്രമാകുകയും അവർക്ക് നിന്ദ്യത മുദ്രിതമാകുകയും ചെയ്തത്? ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാത്തില്ലാ, അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി തള്ളി, പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ചില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, വയഖ്തുലൂനൽ അംബിയാഅ ബിഗൈരി ഹഖ്, അന്യായമായി പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞു. യഹ്യ നബി അലൈഹിസ്സലാമിനെ അവർ വധിക്കുകയാണ് ചെയ്തത്. ഈസാ നബി അലൈഹിസ്സലാമിനെ വധിക്കാൻ വേണ്ടി ക്രൂശിൽ തറച്ച് കൊല്ലാൻ വേണ്ടി കേസ് കൊടുത്തതും അങ്ങനെ വിധി സമ്പാദിച്ചതും ഇവരാണ്. അങ്ങനെ ക്രൂശിച്ചു കൊന്നു എന്നാണ് യൂതന്മാരും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നതെങ്കിലും വിശുദ്ധ ഖുർആനിൽ ഈസാ നബി അലൈഹി സ്വലാമിനെ അവർ വധിക്കുകയോ ക്രൂശിൽ തറക്കുകയോ ചെയ്തിട്ടില്ല. അള്ളാഹു തആല അവങ്കിലേക്ക് ഈസാ നബി അലൈഹി സ്വലാമിനെ ഉയർത്തി എന്നാ പറഞ്ഞത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വധിക്കാൻ ശ്രമിച്ചവരാണ്, വധിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരെ അന്യായമായി വധിച്ചതിൻ്റെ കാരണമായിട്ടുമാണ് അവർ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായത്. അവരുടെ അങ്ങേയറ്റത്തെ അതിക്രമപരമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അവർ ഈ ശാപകോപങ്ങൾക്ക് വിധേയരായി തീർന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സൂറത്ത് ആലി ഇംറാനിൽ തന്നെ, കഴിഞ്ഞ സിലബസിൽ. നാളെ നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും കഠിനമായ ശിക്ഷക്ക് പാത്രമാകുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ പ്രവാചകന്മാരെയും പ്രവാചകന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് നേരായ മാർഗത്തിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യുകയും ചെയ്യുന്നവരെ വധിക്കുന്നവർക്കാണ് നരകത്തിലെ ഏറ്റവും കടുത്ത ശിക്ഷ. പ്രവാചകന്മാരെ കൊല്ലുക, പ്രവാചകത്വ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി അവസാനിച്ചു. ഇനി മുസ്ലിം സമുദായത്തിനാണ് ആ ദൗത്യമുള്ളത്. മുസ്ലിം സമുദായത്തിൽ നിന്നൊരു വിഭാഗം എപ്പോഴും ഈ ദൗത്യ നിർവഹണവുമായി ജനമധ്യത്തിൽ ഉണ്ടാകണം. അവരാണ് വിജയികളെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അങ്ങനെ ഈ ദഅവത്ത് നടത്തുന്നവരെ കൊല്ലുന്നവർ, അവർക്കാണ് നരകത്തിലെ ഏറ്റവും കടുത്ത ശിക്ഷ. അതേസമയത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളവരാരാന്ന് ചോദിച്ചാൽ മുനാഫിഖുകളാണ്. അതും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വിഭാഗം എന്ന നിലക്ക് നരകത്തിന്റെ അടിത്തട്ടിൽ മുനാഫിഖുകളാണ്. എന്നാൽ ഒരു വിഭാഗം എന്ന നിലക്ക് ഏതെങ്കിലും ഒരു മുശ്രിക്ക് മതവിഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസികളോ അല്ല ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുക ആരാന്ന് വെച്ചാൽ പ്രവാചകന്മാരെ കൊല്ലുകയും ദീനീ പ്രബോധകന്മാരെ കൊല്ലുകയും ചെയ്യുന്നവരാണ്. നരകത്തിന്റെ അടിത്തട്ടിൽ ആരാന്ന് ചോദിച്ചാൽ മുനാഫിക്കുകളാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഈ പ്രവാചകന്മാരെ കൊല്ലുന്നവരാണ്. രണ്ടും വേറെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ സംഗതി, ലോകത്ത് എവിടെയാണെങ്കിലും അവർക്ക് ഹീനത്വം അവരിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്ത് അവർക്ക് ഒരു ഔന്നത്യം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു തആല ഇവിടെ ലാനത്ത് ചെയ്തിരിക്കുകയാണ്, ശപിച്ചിരിക്കുകയാണ്. എങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ അവസ്ഥയോ എന്ന് ചിലപ്പോൾ നമുക്കൊക്കെ സംശയം ഉണ്ടാവും. ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ മൊത്തത്തിൽ ഇവര് എന്നാണോ ഈ വഴികേടിൽ അധപ്പതിച്ചത് അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്.
അത് നാം ചരിത്രം പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ ഖുർആനിൽ പറഞ്ഞത് അക്ഷരം പ്രതി നമുക്ക് കാണാൻ സാധിക്കും. നബുക്കദ്നസർ എന്ന ഒരു ബാബിലോണിയൻ ചക്രവർത്തി ഉണ്ടായിരുന്നു. ബാബിലോണിയ പറയുമ്പോൾ ഇന്നത്തെ ഇറാഖ് ആസ്ഥാനമാക്കിക്കൊണ്ടുള്ള ആ ചക്രവർത്തി ഫലസ്തീൻ, ഷാം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ഈ ജൂതന്മാരെ മൊത്തം പിടിച്ചു കൊണ്ടുപോയി അവരുടെ അടിമകളാക്കുകയും ചെയ്തു. അങ്ങനെ നൂറ്റാണ്ടുകളോളം ആ ബാബിലോണിയയിൽ അടിമകളായിക്കൊണ്ടാണ് അവർ ജീവിച്ചത്, നൂറ്റാണ്ടുകളോളം. പിന്നീട് അവിടെ ഭരണമാറ്റം സംഭവിച്ചപ്പോൾ അവർക്ക് വിമോചനം ലഭിച്ചു. അവർ വീണ്ടും ഷാമിൽ തിരിച്ചെത്തി. പക്ഷേ അവർക്കൊരിക്കലും ഒരു ജനത എന്ന നിലക്ക് സ്വന്തം കാലിൽ നിൽക്കാനോ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനോ അങ്ങനെ ലോകത്ത് ഔന്നത്യത്തോടു കൂടി അഭിമാനത്തോടു കൂടി ജീവിക്കാനോ ഒരിക്കലും അവസരം ഉണ്ടായിട്ടില്ല. എക്കാലത്തും പതിതരായിക്കൊണ്ട് ഓരോ രാജ്യങ്ങളിലെയും ഭരണകൂടത്തിൻ്റെയും അവിടുത്തെ ഭൂരിപക്ഷ ജനതയുടെയും പ്രജകളായിക്കൊണ്ട് അവരുടെ അജ്ഞാനിവർത്തികളായിക്കൊണ്ട് ജീവിക്കാനുള്ള യോഗമാണ് അവർക്ക് ചരിത്രത്തിൽ ഉടനീളം ഉണ്ടായിത്തീർന്നത്. ഏറ്റവും ഒടുവിൽ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് ലോകത്ത് സുവിദിതമാണ്. ലക്ഷക്കണക്കിന് ജൂതന്മാരെയാണ് ഗ്യാസ് ചേംബറിലിട്ട് അവിടെ മൃഗീയമായി കൊന്നത്. ഒരുമാതിരി എല്ലാ രാജ്യങ്ങളിലും അവരുടെ അവസ്ഥ അത് തന്നെയായിരുന്നു എക്കാലത്ത്. പിന്നെ 1948 മെയ് മാസത്തിൽ ഫലസ്തീനെ കീറി മുറിച്ചുകൊണ്ട് ഒരു ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു. അത് ശരിയാണ്. പക്ഷെ എങ്ങനെയാണത് സ്ഥാപിച്ചത്? ആരാണത് സ്ഥാപിച്ചത്? ജൂതന്മാർ സ്വന്തം നിലക്കാണോ? അല്ല. മറിച്ച് ആ കാലഘട്ടത്തിൽ ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നു 1923. അതിനുശേഷം ഉസ്മാനിയ ഖിലാഫത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന അറബ് മുസ്ലിം പ്രദേശങ്ങളൊക്കെ ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ കീഴിൽ വന്നു. അവർ പങ്കിട്ടെടുത്തു. അങ്ങനെയാണ് ഇറാഖും ഫലസ്തീനും ഈജിപ്തുമെല്ലാം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ വന്നത്. കുറഞ്ഞ കാലം ഉണ്ടായിട്ടുള്ളൂ. കുറഞ്ഞ കാലം ആ തുർക്കി ഉൾക്കൊള്ളുന്ന തുർക്കിയിലെ ഇസ്ലാമിക ഖിലാഫത്ത് തകർന്നപ്പോൾ ഈ രാജ്യങ്ങൾ ഇവർ പങ്കിട്ടെടുത്തെങ്കിലും രൂക്ഷമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ തുടർന്ന് ലക്ഷോപലക്ഷം ആളുകളെ ഷഹാദത്ത് നൽകിക്കൊണ്ട് വീണ്ടെടുത്തു. ഒരു 30-35-40 കൊല്ലം കാലം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുമാതിരി തന്നെ സിറിയ ഫ്രാൻസിന്റെ അധീനത്തിൽ വന്നു, ലബനാനും ഫ്രാൻസിന്റെ അധീനത്തിൽ വന്നു. അതുപോലെ തന്നെ ലിബിയ ഇറ്റലിയുടെ അധീനത്തിലാണ് വന്നത്, അൾജീരിയ ഫ്രാൻസിന്റെ അധീനത്തിലാണ് വന്നത്. ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളുടെ അധീനത്തിൽ വന്ന സന്ദർഭത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പറഞ്ഞ ജർമ്മനിയിൽ പീഡിപ്പിക്കപ്പെട്ടതിന്റെ ബാക്കിയുള്ള ജൂതന്മാര് ലോകത്തെ എവിടെയൊക്കെ, നമ്മളെ ഈവൻ കേരളത്തിലെ മട്ടാഞ്ചേരിയിൽ നിന്ന് പോലും ഉള്ള ജൂതന്മാരെ അവിടെ ഈ സാമ്രാജ്യ ശക്തികൾ ഫലസ്തീനിൽ ഇറക്കുമതി ചെയ്തു. അവർക്ക് ഇവരുടെ കയ്യിലുള്ള ഏറ്റവും നവീനമായ ആയുധങ്ങൾ നൽകി. അങ്ങനെ ഈ ജൂതന്മാർ വരുന്ന മുറക്ക് നല്ല പരിശീലനം കൊടുത്തിട്ടാണ് അങ്ങോട്ട് ഗറില്ല യുദ്ധമുറകളൊക്കെ പഠിപ്പിച്ചിട്ടാണ് അവരിവിടെ ഇറക്കുമതി ചെയ്യുന്നത്. അവിടെയുള്ള അറബികൾ, അത് മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. 88% മുസ്ലിങ്ങളും 8% ക്രിസ്ത്യാനികളും 4% ജൂതന്മാരുമായിരുന്നു അവിടെ 1914 ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അറബികളെ, ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള അറബികളെയാണ് ഈ ആട്ടി ഓടിക്കുന്നത്. കുറെ കൊന്നു, കുറെ നാട് കടത്തി. അങ്ങനെയാണ് 55 ലക്ഷം ഫലസ്തീനികൾ ലോകത്ത് അഭയാർത്ഥികളായി അലയുന്നത് വിവിധ രാജ്യങ്ങളിൽ. അങ്ങനെ ഇവരേതാണ്ട് ഈ ഫലസ്തീനെ പകുതി മുറിച്ചു, കീറി മുറിച്ചു. പകുതി ഫലസ്തീൻ, ബാക്കി ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഈ ഇസ്രായേൽ രാഷ്ട്രം 1948 പ്രഖ്യാപിക്കുമ്പോഴേക്ക് അവിടുത്തെ ജനസംഖ്യ ഏതാണ്ട് ഇരക്കിമ്പാതിയായിരുന്നു. പകുതി ജൂതന്മാരായിട്ടുണ്ടായിരുന്നു. ആ ജൂതന്മാരെ എതിർത്ത് നിൽക്കാനുള്ള യാതൊരു ശക്തിയും അവിടെയുള്ള ഈ അറബികൾക്ക് ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, അവിടെ ബ്രിട്ടീഷ് ഭരണത്തിലാണെന്നുണ്ടായിരുന്നത്. ഈ കീറി മുറിച്ചിട്ട് ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചു. അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും അന്ന് മുതൽ ഇന്ന് വരെ ഈ ഇസ്രായേലിനെ താങ്ങി നിർത്തുന്നത് കൊണ്ട് മാത്രമാണ്
ഇത് നിലനിൽക്കുന്നത്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് ദുരിബത്ത് അലൈഹിമു ദില്ലത്തു ഐനമാ സുഖിഫു, ലോകത്ത് എവിടെയാവട്ടെ അവരിൽ നിന്ദ്യത, ഹീനത്വം മുദ്രണമായിരിക്കുന്നു. ഇല്ലാ ബിഹബിലിൻ മിനല്ലാഹി വഹബിലിൻ മിനന്നാസ്, അള്ളാഹുവിങ്കൽ നിന്നോ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നോ ഉള്ള ഒരു കയറ് എന്ന് വെച്ചാൽ നൈമിഷികമായി കുറച്ചു കാലത്തേക്ക് ഏതെങ്കിലും പ്രദേശത്ത് അവർക്ക് എന്തെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടി വള്ളി കിട്ടിയേക്കും, അത്രമാത്രം. അത് മാത്രമാണ് ഇപ്പം ഇസ്രായേലിലുള്ളത്. അത് തന്നെയും ഈ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ പിന്തുണ, അവരുടെ സഹായം പിൻവലിക്കുന്നതോടുകൂടി ഈ സാധനം ഇല്ലാതാകുകയും ചെയ്യും. അത് വരാനുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഖുർആൻ ഈ പറഞ്ഞതിന് ഒരിക്കലും എതിരല്ല ഇസ്രായേൽ. അത് അവർ സ്വന്തം നിലക്ക് സ്ഥാപിച്ചതല്ല, സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല, ഇനി നിലനിർത്താനും അവർക്ക് കഴിയില്ല. ഈ ക്രൈസ്തവ പാശ്ചാത്യ രാജ്യങ്ങൾ പിന്നിലുള്ളത് കൊണ്ട് മാത്രം തൽക്കാലം പിടിച്ചു നിൽക്കുകയാണ്. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയുടെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ലൈസു സവാഅ, എന്നാൽ ഈ പറയപ്പെട്ട വിഭാഗം അവര് അധികവും ഫാസിഖുകളാണ് എന്ന് പറഞ്ഞല്ലോ, ഹീനത്വം മുദ്രിതമായിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ലൈസു സവാഅൻ, എന്നാൽ എല്ലാവരും അങ്ങനെയല്ല, അതുപോലെയല്ല. മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ, ഈ അഹ്ലി കിതാബുകാരിൽ ഒരു വിഭാഗമുണ്ട്. യത്ലൂന ആയാത്തില്ല, അവർ അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നു. ആനാ അല്ലൈലി, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. വഹും യസ്ജുദൂൻ, അവർ സുജൂദ് ചെയ്യുന്നവരുമാണ്, സാഷ്ടാംഗം പ്രണമിക്കുന്നവരുമാണ്. ഇവിടെ സുജൂദ് എന്ന് പറഞ്ഞാൽ കേവല സുജൂദല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, നമസ്കാരമാണ്. കാരണം അതുകൊണ്ടാണ് യത്ലൂന ആയാത്തില്ല, അവർ അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആനാ അല്ലൈലി, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. അപ്പോൾ തഹജ്ജുദ് നമസ്കാരം രാത്രിയിൽ പുലർക്കാല വേളയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് സാഷ്ടാംഗം നമിക്കുന്നവർ അവരിലുണ്ട് എന്ന് പറയുമ്പോൾ ജൂതന്മാരായും ക്രിസ്ത്യാനികളായും അങ്ങനെ ചെയ്യുന്നു എന്നല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അഥവാ ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടപ്പോൾ ഇത് തങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടവരും തങ്ങളുടെ ഇടയിൽ വന്ന പ്രവാചകന്മാർ വാഗ്ദാനം നൽകിയിട്ടുള്ളതുമായ പ്രവാചകനാകുന്നു, വേദഗ്രന്ഥമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിങ്ങളായി കഴിഞ്ഞവരെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അതിൽ ഒരാൾ നാം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു സലാം. ജൂതന്മാരിൽ ന്യൂനപക്ഷമേ ഇസ്ലാം സ്വീകരിച്ചുള്ളൂവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തും തുടർന്നും ഈ പറഞ്ഞ ബനി ഇസ്രായേലിലെ പ്രവാചകന്മാർ വന്ന പ്രദേശത്തുള്ള എല്ലാവരും തന്നെ മൃഗീയ ഭൂരിപക്ഷവും ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിങ്ങളായി തീർന്നു. എന്ന് മാത്രമല്ല, അവരുടെ പുരാതനമായ ഇറാഖിൽ അറബിയായിരുന്നില്ല, ഈജിപ്തിൽ അറബിയായിരുന്നില്ല, ഷാമിൽ ഹിബ്രു ആയിരുന്നു, ഒരു കാലത്ത് സുറിയാനി എന്ന് പറഞ്ഞ ഭാഷയായിരുന്നു. അതൊക്കെയായിരുന്നു ആ പ്രവാചകന്മാരുടെ ഭാഷ. എങ്കിലും അതെല്ലാം കൈയൊഴിച്ചുകൊണ്ട് തങ്ങൾ ഈ ഖുർആനിന്റെയും നബിയുടെയും ഭാഷ പോലും സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെയുള്ളവർ അവരിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആ കാലത്തും അതിനുശേഷമൊക്കെ സ്വീകരിച്ചവരെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു. വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, അവർ മഅറൂഫ് കൽപ്പിക്കുന്നു, മുൻകർ വിരോധിക്കുന്നു. അഥവാ മുസ്ലിം സമുദായത്തെ ഏൽപ്പിച്ച ഈ ദൗത്യത്തിന്റെ ഭാഗമായി തീരുന്നു. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, ഖൈറായ കാര്യങ്ങളിൽ അവർ ഉളരി മുന്നേറുന്നു. ഉലൈക മിനസ് സ്വാലിഹീൻ, അവർ സ്വാലിഹീങ്ങളാകുന്നു. അപ്പോ ഈ വിഭാഗത്തെ കുറിച്ചല്ല നേരത്തെ പറഞ്ഞ മഗ്ലൂബുകളെന്നും വാല്ലുകളെന്നും അതുപോലെ തന്നെ ഹീനത്വം മുദ്രിതരായവരും എന്നൊന്നും പറഞ്ഞിട്ടുള്ളത്. മറിച്ച് തങ്ങളുടെ വഴികേടിൽ ശഠിച്ചു നിന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ സന്മാർഗം സ്വീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിങ്ങളാണ്, അവർ സ്വാലിഹീങ്ങളാണ്, അവർ ഈ മുസ്ലിം സമുദായത്തെ അല്ലാഹു തആല ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്നവരാണ്. വമാ യഫ്അലൂ മിൻ ഖൈരിൻ ഫലൻ യുക്ഫറൂ, എന്തൊരു ഖൈറായ കാര്യം ആര് ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും
അത് വൃഥാവിലായി പോവുകയില്ല. വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ. അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് അള്ളാഹു തആല കൽപ്പിച്ചത് പ്രവർത്തിക്കുകയും വിരോധിച്ചത് ഉപേക്ഷിക്കുകയും ചെയ്ത് മുത്തഖീങ്ങളായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല അവരെ കുറിച്ച് ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു. അപ്പോൾ ചരിത്രത്തിന്റെ നീളത്തിൽ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്തവര്, പിന്നെ ഇസ്ലാം സ്വീകരിക്കാത്തവര്, ഇങ്ങനെ പലരും ഉണ്ട്. പക്ഷേ ഇവരിൽ വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ, ആരൊക്കെയാണ് അള്ളാഹുവിന്റെ സൗഭാഗ്യത്തിന്, അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് അർഹരായവര്, ആരൊക്കെയാണ് പഴയ നിലപാടുകൾ കൈയൊഴിച്ചുകൊണ്ട് നിർമാർഗത്തിലേക്ക് കടന്നു വന്നത്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തത്, ഇതെല്ലാം അള്ളാഹു തആല സൂക്ഷ്മമായി അറിയുന്നു. ആരുടെയും പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി കളയുകയില്ല. ഇന്നല്ലദീന കഫറൂ ലൻ തുഗ്നി അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ. സത്യനിഷേധികളായ ആളുകൾ, അവരുടെ സമ്പത്തോ സന്താനങ്ങളോ ഒന്നും തന്നെ അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല. വഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അവർ നരകവാസികളാകുന്നു, അവർ ശാശ്വതവാസികളാകുന്നു. അപ്പൊ ഈ ലോകത്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയിൽ അകപ്പെടുന്ന ഒരു സംഗതി എന്താന്ന് വെച്ചാല്, ഈ ലോകത്ത് സുഖസമൃദ്ധമായി സൗകര്യങ്ങളോടുകൂടി വലിയ പുരോഗതി പ്രാപിച്ച് വലിയ വലിയ ക്ഷേമരാഷ്ട്രങ്ങൾ പടുത്തുയർത്തിക്കൊണ്ട് ജീവിക്കുന്നവർ, അവരാണ് സൗഭാഗ്യവാന്മാർ, അവരാണ് ജീവിത വിജയം കൈവരിച്ചവർ എന്ന ഒരു ധാരണയാണ് എക്കാലത്തും മനുഷ്യനുണ്ടായിട്ടുള്ളത്. അതേ മൂഢധാരണയാണ് നബിയുടെ കാലത്തുള്ള ഖുറൈശി പ്രമാണിമാർക്കും ഉണ്ടായിരുന്നത്. അവരത് എടുത്ത് പറയാറുണ്ടായിരുന്നു. അവര് പറയാറുണ്ടായിരുന്നു, നിങ്ങളാണ് നേർമാർഗത്തിൽ, നിങ്ങൾ അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകനാണ്, ആ പ്രവാചകൻ അനുധാവനം ചെയ്തവരാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങള് ദരിദ്രനാരായണന്മാർ, അറുതിയിലും വേറുതിയിലും ജീവിക്കുന്നവർ, ഇവിടുത്തെ പ്രമാണിമാരുടെ ഇടയിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല, ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ, ഇവിടുത്തെ അധികാരത്തിൽ നിങ്ങൾക്ക് ഒരു പങ്കുമില്ല, നിങ്ങൾ കേവലം ഏഴകളും മോഴകളും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എല്ലാ പ്രവാചകന്മാരുടെ അനുയായികളെ കുറിച്ചും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ പ്രവാചകന്മാരെ സ്വീകരിക്കാൻ പ്രമാണി വർഗമല്ല മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അധികാരി വർഗവും പ്രമാണി വർഗവും ധനികന്മാരും ഒക്കെ പ്രവാചകന്മാരുടെ എതിർപക്ഷത്താണ് എപ്പോഴും നിലയുറപ്പിച്ചത്. കാരണം അവരുടെ അധികാരത്തിന്റെയും സാമ്പത്തിക താല്പര്യത്തിന്റെയും അതുപോലെ തന്നെ സുഖ സൗകര്യങ്ങളോടെയുള്ള ജീവിതത്തിനുമെല്ലാം അവർക്ക് ഈ നേർമാർഗം സ്വീകരിച്ചാൽ അതെല്ലാം നഷ്ടപ്പെടും എന്ന ഭയത്താൽ അവർ തങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പ്രവാചകന്മാരുടെ എതിർപക്ഷത്ത് അഥവാ നേരായ മാർഗത്തിനെതിൽ അവർ നിലകൊണ്ടു. ഇത് എക്കാലത്ത് ഈ കാലത്തുണ്ട് ഈ പ്രശ്നം. ഈ കാലത്ത് മുസ്ലിങ്ങളിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകൾ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി അതിന്റെ സന്ദേശം മനസ്സിലാക്കിയിട്ടില്ലാത്തവർ. ലോകത്തേക്ക് നോക്കുമ്പോൾ മുസ്ലിം രാജ്യങ്ങൾ ലോകത്ത് തീർത്തും പതിതാവസ്ഥയിലാണുള്ളത്. ഈ തുർക്കിയിലെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം, തകരുന്നതിന് മുൻപ് തന്നെ ഈ തുർക്കി ഇസ്ലാമിക ഖിലാഫത്ത് ലൈഫായി വന്നിട്ടുണ്ടായിരുന്നു. 500 കൊല്ലാണ് ഖിലാഫത്ത് തുർക്കിയിൽ ഉണ്ടായത്. പക്ഷെ ആദ്യ നൂറ്റാണ്ടുകളിൽ പവർഫുൾ ആയിരുന്നു. യൂറോപ്പിന്റെ പകുതി ഭാഗവും ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും, യുഗോസ്ലാവിയയിൽ നിന്ന് വേർപെട്ട സെർബിയ, ലാത്വിയ, ലിത്വാനിയ, ക്രൊയേഷ്യ, അതുപോലെ തന്നെ ബൾഗേറിയ, ഗ്രീസ്, ഇതെല്ലാം തന്നെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഭാഗമായിരുന്നു. ഉസ്മാനിയ ഖിലാഫത്ത് തകർന്ന ശേഷമാണ് അതൊക്കെ സ്വതന്ത്രമായി ഇസ്ലാമിൽ നിന്ന് വേർപെട്ടു പോയത്. അപ്പൊ ആദ്യ നൂറ്റാണ്ടുകളിൽ നല്ല പവർഫുൾ ആയിരുന്നു. എന്നാൽ പിന്നീട് ഈ പാശ്ചാത്യ ലോകത്ത് വ്യാവസായിക വിപ്ലവമൊക്കെ ഉണ്ടായി, പുതിയ പുതിയ നവീന ആയുധങ്ങളും എല്ലാം രംഗത്ത് വന്നപ്പോൾ അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ഉസ്മാനിയ ഖിലാഫത്ത് ഭരണകൂടം തയ്യാറായില്ല. അന്നത്തെ പണ്ഡിതന്മാർ അന്നത്തെ ഖലീഫയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഇതാ നമ്മുടെ ശത്രുക്കൾ ഇങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമായി, പുതിയ പുതിയ നവീനമായ യന്ത്രവൽക്കരണവുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും പഴയ യുഗത്തിലാണുള്ളത്. നാം കാലത്തിനനുസരിച്ച്
അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ കാര്യം പെശകാണ് എന്നൊക്കെ ചില ക്രാന്തദർശികളായ പണ്ഡിതന്മാർ ഖലീഫയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഖലീഫ അന്നത്തെ മുല്ലമാരോട് വിധി തേടി. മുല്ലമാരുണ്ട്, ക്രാന്തദർശികളായ പണ്ഡിതന്മാർ രണ്ടും ഉണ്ട്. നമ്മളെ ഈ കാലത്ത് തന്നെ ഉണ്ടല്ലോ, നമുക്കറിയാലോ. കാര്യങ്ങളെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടും വിവരവും വിഷയമുള്ളവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. പേരൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. അങ്ങനെ ഈ മുല്ലമാര് ഖലീഫക്ക് നൽകിയ ഫത്വ എന്താണെന്നറിയോ? നബിയും സ്വഹാബത്തും യുദ്ധം ചെയ്ത് വാളുകൊണ്ടാണ്, ഈ തോക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് യുദ്ധം ചെയ്യൽ ബിദ്അത്താണെന്നാണ്. എന്തുണ്ടായി? ഉണ്ടാവേണ്ടതുണ്ടായി. ആ പഴയ പോക്കങ്ങനെ പോയി പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഒരു ചരിത്ര സംഭവം വായിച്ചതായിട്ട് ഓർക്കുന്നു. നെപ്പോളിയൻ എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്നു. ഈ നവീനായുധങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ ശേഷമാണ് ഈജിപ്ത് അധീനപ്പെടുത്താൻ വേണ്ടി ഒരു കപ്പലിൽ വന്നിട്ട് നെപ്പോളിയന്റെ സൈന്യം ഈജിപ്തിൽ ഇറങ്ങി, കപ്പലിറങ്ങി അലക്സാണ്ട്രിയയിൽ. അപ്പോ അവിടുത്തെ ഭരണകൂടത്തിലെ സൈന്യത്തിലെ ഒരാൾ മുന്നോട്ട് വന്നു. അപ്പൊ പഴയ കാലത്തൊക്കെ യുദ്ധത്തിൽ എങ്ങനെയെന്ന് വെച്ചാൽ, എതിർപക്ഷം യുദ്ധത്തിന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ പക്ഷത്തു നിന്നും ഈ പക്ഷത്തു നിന്നും ദ്വന്ദ്വ യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിക്കും. എന്നിട്ട് അവർ ദ്വന്ദ്വ യുദ്ധം നടത്തും, സൈന്യം തമ്മിൽ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു ഒക്കെ ആയിരുന്നു മുസ്ലിം പക്ഷത്ത് നിന്ന്, സഹാബികളിൽ നിന്ന് മുന്നോട്ട് വന്നിരുന്നത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു എതിരാളിയെ കുത്തി മലർത്തി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇപ്പോൾ അതിൽ 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം നെപ്പോളിയന്റെ സൈന്യം ഈജിപ്തിൽ വന്നിറങ്ങിയപ്പോൾ ഈ ഈജിപ്തിന്റെ ഒരു കെല്ലനായ ഒരു ഭടൻ മുന്നോട്ട് വന്നു. ഉടനെ തന്നെ അവിടുന്ന് അയാളെ നെഞ്ചത്തേക്ക് നിറയൊഴിച്ചു. ആളെ കഥ കഴിഞ്ഞു. അപ്പൊ കാലത്തിനനുസരിച്ച് നീങ്ങാതിരുന്നാൽ നെപ്പോളിയന്റെ പട ഈജിപ്ത് അധീനപ്പെടുത്തിയതുണ്ടായി. ഇത് തന്നെയാണ് തുർക്കി ഇസ്ലാമിയ ഖിലാഫത്തിനും സംഭവിച്ചത്. ഇത് തന്നെയാണ് നമ്മളിവിടെ ബാക്ക്വേർഡ് ആകാനൊക്കെ കാരണമായി തീർന്നത്. ഏതാവട്ടെ, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിന് നമ്മൾ ലോകത്തേക്ക് കണ്ണയച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇതാണ്, മുസ്ലിം രാജ്യങ്ങളുടെ അവസ്ഥ ഇതാണ്. അപ്പം നമ്മുടെ മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗത്തിൽ, പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യരായ ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം എന്താന്ന് വെച്ചാല്, മുസ്ലിങ്ങള് അല്ലാഹു തആല ഖൈറു ഉമ്മത്തി എന്ന് പറഞ്ഞ സമുദായമാണ്. അല്ലാഹു തആലയുടെ വേദഗ്രന്ഥം അംഗീകരിക്കുന്നവരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുന്നവരാണ്, പുണ്യഭൂമിയിൽ പോയിട്ട് ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവരാണ്. പക്ഷെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? എന്നാൽ ശത്രുപക്ഷം ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധ രാജ്യങ്ങളൊക്കെ അവരുടേതാണ്. ഇവിടെ ഗൾഫ് രാജ്യങ്ങൾക്ക് കുറച്ച് എണ്ണ വിറ്റ കാശുള്ളതുകൊണ്ട് ആളോഹരി വരുമാനം വെച്ചിട്ടാണ് സമ്പന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. മറിച്ച് സമ്പൽ സമൃദ്ധ രാജ്യങ്ങള് ലോകം തിന്നുന്നത് ഇവരുണ്ടാക്കിയതാണ്. ഗോതമ്പായാലും അരിയായാലും പഴങ്ങളായാലും പച്ചക്കറിയായാലും ഒക്കെ. അപ്പോ ഈ സമ്പൽ സമൃദ്ധിയൊക്കെ കാണുമ്പോൾ നമ്മള് സത്യത്തിന്റെ വക്താക്കളാണ്, നമ്മൾ ഇങ്ങനെയാണ്, അവർ കണ്ടില്ല അങ്ങനെ. ഇതെങ്ങനെ സംഭവിച്ചു? എല്ലാവരുടെയും സംശയമാണ്. ഇവിടെ അല്ലാഹു തആല പറയുന്നല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, ലൻ തുഗ്നി അൻഹും അംവാലുഹും, അവരുടെ സമ്പത്തൊന്നും അവർക്ക് പ്രയോജനം ചെയ്യൂല, വലാ ഔലാദുഹും, അവരുടെ മക്കളും. മക്കൾ എന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ ഇവിടെ മക്കൾ മാത്രമല്ല ഉദ്ദേശം. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകരിക്കും എന്ന് മനസ്സിലാക്കപ്പെടുന്നത്, പഴയ കാലത്തും ഇക്കാലത്തും ഒക്കെ തനിക്ക് ഏറ്റവും ഉപകരിക്കും എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നത് മകനെയാണ്. ഖുർആനിൽ അതുണ്ട്. ഖുർആനിലെ സൂറത്ത് ലുഖ്മാന്റെ അവസാനത്തിൽ കാണാം, വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ. അതിൽ പറയുന്നുണ്ട്, വലാ, എങ്ങനെയാണ് ആയത്ത്? യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദ്. ഖുർആനത്തെ ജീവിത നിയമം പ്രകാരം എങ്ങനെയാണ് ഓതുമ്പോഴേ അത് ഇങ്ങനെയാണ് വരുള്ളൂ. അല്ലാതെ ഓതാൻ ശ്രമിച്ചാൽ മനസ്സിൽ വരില്ല. അതായത് ഒരു പുത്രൻ പിതാവിനോ പിതാവ് പുത്രനോ പ്രയോജനം ചെയ്യാത്ത ദിവസം, ആ ദിവസത്തെ നിങ്ങൾ പേടിക്കുക എന്നാ പറഞ്ഞേ. എന്താണ് ഇവിടെ പിതാവും പുത്രനും പറയാൻ കാരണം?
വളരെ ക്ലിയർ ആണ്. പിതാവും പുത്രനും മാത്രമല്ല ഇവിടെ ഉദ്ദേശം. സംഭവം എന്താ വെച്ചാൽ, ഒരു പിതാവ് തനിക്ക് ഏറ്റവും ഉപകരിക്കും എന്ന് മനസ്സിലാക്കുന്നത് മകനെ കുറിച്ചാണ്, മകൻ മനസ്സിലാക്കുന്നത് പിതാവിനെ കുറിച്ചാണ്. അപ്പൊ മകളോ, ചിലർക്ക് സംശയം ഉണ്ടാവും. നട്ടപ്പാതിരാക്ക് ഞാൻ പിന്നെ കാർ ഓടിച്ചുകൊണ്ട് വരികയാണ്, ഒരു ആക്സിഡന്റ് ആയി, അല്ലെങ്കിൽ ഒരാൾ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, എനിക്ക് 2 പെൺമക്കളുണ്ട്, 2 ആമക്കളുണ്ട്, ഞാൻ ആരെ വിളിക്കുക? വളരെ വ്യക്തമല്ലേ? ഇനി പെട്ടെന്ന് ഒരു ആശുപത്രി കൊണ്ടുപോകേണ്ടി വന്നു, ഒരു അത്യാഹിതം കാരണം. മകൾക്ക് ഒരുപക്ഷെ ഡ്രൈവിംഗ് അറിയായിരിക്കും, വണ്ടി ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഈ സന്നിഗ്ധ ഘട്ടത്തിന് മനക്കരുത്ത് ആൺകുട്ടിയാക്കുള്ള അത്ര പെൺകുട്ടിയാക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു പിതാവ് തൻ്റെ പുത്രനെ കുറിച്ചും പുത്രൻ പിതാവിനെ കുറിച്ചുമാണ് തനിക്ക് ഏറ്റവും ഉപകരിക്കുക എന്നാ മനസ്സിലാക്കുന്നത്. എക്കാലത്തും അങ്ങനെയാണ്. സൂറന്ന കാലത്തിൽ ഊതുന്ന കാലത്തും അങ്ങനെയായിരിക്കും. അപ്പൊ ഇവിടെ മകൻ മാത്രമല്ല ഉദ്ദേശം, സമ്പത്തും സന്താനങ്ങളും എന്നാണ് പറഞ്ഞതെങ്കിലും എല്ലാ സന്നാഹങ്ങളുമാണ് ഇവിടെ ഉദ്ദേശം. സമ്പത്തിനും സന്താനങ്ങൾക്കും പുറമെ അതൊന്നും അവർക്ക് ഉപകരിക്കൂല. അതൊക്കെ ഇപ്പൊ ഈ ദുനിയാവിനുള്ള നൈമിഷികമായ വിഭവം എന്നാ ഖുർആൻ പറഞ്ഞത്. മതാഉൻ ഖലീൽ, നൈമിഷികമായ വിഭവം. ഇതെല്ലാം ഇവിടെ ഇട്ടെറിഞ്ഞുകൊണ്ട് കേവലം 3 കഷ്ണം തുണിയുമായി 6 അടി മണ്ണിലേക്ക് പോകേണ്ടി വരും ഏത് വലിയവനും. അവർ നരകവാസികളാണ്. ഹും ഫിഹാ ഖാലിദൂൻ, അവർ അതിൽ ശാശ്വതവാസികളാണ്. അപ്പൊ നേരായ മാർഗത്തിൽ ജീവിക്കുന്നവരാണ്, അല്ലാഹു തആല ഏൽപ്പിച്ച നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്നവരാണ് എന്ന് തന്നെ വെക്കുക. പക്ഷെ എന്നാലും ഈ പറഞ്ഞ ചിത്രം തന്നെയായിരിക്കും ലോകത്തുണ്ടാവുക, അധികവും അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ അല്ലാഹു തആല വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രം നേരെ മാറിയിട്ടുണ്ട്. നബിയുടെ കാലത്ത് തന്നെ അറേബ്യയിൽ അതിന് മാറ്റമുണ്ടായി. ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ ലോകത്ത് തന്നെ മാറ്റമുണ്ടായി. പിന്നെ ലോകത്തിന്റെ ജേതാക്കളും ലോകത്തെ നയിക്കുന്നവരും മുസ്ലിങ്ങളായി തീർന്നു. ഈ പറഞ്ഞ റോമാ സാമ്രാജ്യം, ഈ പറഞ്ഞ പെർഷ്യ സാമ്രാജ്യം എല്ലാം അടിയിലേക്ക് പോയി. നൂറ്റാണ്ടുകൾ തന്നെ അത് നിലനിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞിട്ട് 14 നൂറ്റാണ്ട് കഴിഞ്ഞെങ്കിൽ 1000 വർഷം 10 നൂറ്റാണ്ടും ഈ അവസ്ഥ നിലനിന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പുറകോട്ട് പോക്ക് ആരംഭിച്ചത്. എന്നാൽ തന്നെ അത് ഈ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ തകർച്ചയോടുകൂടി 1923 മാത്രമേ അത് പൂർത്തിയായിട്ടുള്ളൂ. അതിനുശേഷമാണ് ലോകത്ത് ഈ ചിത്രത്തിൽ മാറ്റം വന്നിട്ടുള്ളത്. പക്ഷേ ലോകം ഇവിടെ അവസാനിക്കുന്നില്ല, തുടരുകയാണ്. ഇതിന് മാറ്റമുണ്ടാകും. മുസ്ലിങ്ങൾ അല്ലാഹു തആല ഏൽപ്പിച്ച ഈ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കാത്തത് കൊണ്ട്, അത് കൈയൊഴിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇനി വീണ്ടും ആ ദീപശിഖ കയ്യിലേന്തുകയാണെങ്കിൽ ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്ത് സംഭവിച്ചതുപോലെ ഇനിയും സംഭവിക്കുമെന്ന് ഖുർആനിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഉത്തരവാദിത്വം നിർവഹിക്കാൻ മുസ്ലിങ്ങൾ തയ്യാറായി മുന്നോട്ട് വരണം. അപ്പൊ ഇപ്പം അങ്ങനെയാണ് ചിത്രം. എന്നാൽ നാളെ അനശ്വരമായ പാരത്രിക ലോകത്ത് അസ്ഹാബുന്നാർ, അവർ നരകവാസികളാണ്. ഹും ഫിഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതവാസികളായിരിക്കും. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ 1 മണിക്കൂറിൽ കൂടുതൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പലർക്കും, പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്ക്, നിങ്ങളവിടെ ഗൾഫിലുള്ളവർക്കൊക്കെ അവധിയാണ്, പക്ഷെ നാട്ടിലുള്ളവർക്ക് പലർക്കും പ്രവൃത്തി ദിവസവും കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രയാസമാണ്. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ആല ഇമ്രാൻ 116 വരെയാണ് നമ്മളിപ്പോൾ വിവരിച്ചത്. ഇനി 117 മുതൽ ഇൻഷാ അല്ലാഹു തആല അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത് നമുക്ക് വിവരിക്കാം. റമദാൻ അവസാനത്തെ 10 വരെ ഈ ആശയവിവരണ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. അവസാനത്തെ 10 പിന്നെ നമ്മുടെ ഒരു ക്ലാസ്സുകൾ ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. പിന്നീട് നമ്മൾ റമദാനിന് ശേഷം ആണ് ക്വിസ് പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
وعليكم وعليكم السلام السلام ورحمة ورحمة الله الله وبركاته. وبركاته. عليكم السلام ورحمة الله. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاك الله خير. وعليكم السلام ورحمة الله وبركاته. عليكم السلام ورحمة الله. എന്താ ഇപ്പൊ?